കുട്ടനാടിനായി കർഷക സംഘടനകളായ ക്രിസും ഇൻഫാമും കൈകോർക്കുന്നു. ഇൻഫാം, ക്രിസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ചങ്ങനാശ്ശേരി മാമ്പുഴക്കരിയിൽ നടന്ന കർഷക ദിനാചരണം ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം ഉദ്ഘാടനം ചെയ്തു. കർഷകരാണ് നാടിൻ്റെ നട്ടെല്ലെന്നും കർഷകരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് കർഷകർ ഒന്നിച്ചു നിൽക്കണമെന്നും ഇൻഫാം, ക്രിസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞു. മുതിർന്ന കർഷകരെ അദ്ദേഹം ആദരിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ നട്ടെല്ലാണ് കർഷകർ, അന്നദാതാക്കളാണ്. ഇതൊക്കെ ഓർത്താൽ മതിയല്ലോ നമുക്ക് അഭിമാനിക്കാൻ. ഒരു നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുമ്പോൾ നാടിനെ ഉയർത്തി നിർത്തുന്നതാണ്, നേരെ നിൽക്കാൻ സഹായിക്കുന്നതാണ്. നാട് കുനിഞ്ഞു പോകാതെ, തളർന്നു പോകാതെ നാടിനെ നിവർത്തി നിർത്തുന്നവരാണ് കർഷകർ. അപ്പോൾ അങ്ങനെയുള്ള കർഷകർക്ക് അവർ തങ്ങളിൽ തന്നെ ഒരു അഭിമാനബോധം ഉണ്ടാകണം. എൻ്റെ കൃഷിയിടം, എൻ്റെ അധ്വാന ഫലം, അങ്ങനെയുള്ള സ്വാതന്ത്ര്യബോധം കർഷകർക്കും. അത് അങ്ങനെയുള്ള ഒരു ബോധ്യത്തിൽ നമ്മൾ ഉണരണം, ഒരുമിക്കണം. അങ്ങനെ ഒരു ഉണർവ് ഇവിടെ ഞാൻ നിങ്ങളിൽ ദർശിക്കുകയായിപ്പോൾ. അതുകൊണ്ട് ഇത് നല്ലൊരു സ്റ്റെപ്പ് ഉറച്ച ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വച്ചിരിക്കുന്നു എന്ന് ഇതിൻ്റെ ഒരു സാക്ഷ്യമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. വികാരി ജനറൽ ഫാദർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടനാടിൻ്റെ പ്രത്യേകതയും പ്രാദേശിക ആവശ്യങ്ങളും കണ്ടെത്തുകയും അതിന് പറ്റുന്ന സംരംഭങ്ങൾ ആവിഷ്കരിക്കാൻ സാധിക്കുകയും ചെയ്താലേ കർഷകന് നിലനിൽപ്പുണ്ടാകൂ എന്ന് ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. തോമസത്തിൽ വളരെ കൃത്യമായ ഒരു സ്റ്റെപ്പ് പറഞ്ഞു. ഇവിടുത്തെ തേങ്ങ കളക്ട് ചെയ്തിട്ട് അത് വെളിച്ചെണ്ണയാക്കി മാറ്റി, മൂല്യവർദ്ധിതമാക്കി മാറ്റി വിൽക്കാൻ സാധിക്കുക. അതിൽ രണ്ടാണ് ഗുണം. ഒന്ന്, കർഷകർക്ക് കൂടുതൽ വില ഇതിന് ലഭ്യമാകും. ഒപ്പം വലിയൊരു പുണ്യവുമുണ്ട് ഇതിനകത്ത്. മായമില്ലാത്ത ഒരു ഭക്ഷ്യവസ്തു നമ്മുടെ ആളുകളിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് രണ്ടും ഒരു പുണ്യമാണ്. അപ്പം അങ്ങനെ ഒരു സംരംഭകത്വത്തിലേക്ക് കൂടി കടന്നു പോകാനായിട്ട് സാധിക്കണം. നമ്മുടെ അതിരൂപതയുടെ നേതൃത്വത്തിൽ സംരംഭകത്വ സെമിനാറുകൾ, അഭിനന്ദ പിതാവിൻ്റെ ഒക്കെ മേൽനോട്ടത്തിൽ സെമിനാറുകൾ, നെസ്റ്റ് എന്നും അത് വിങ്സ് എന്നും ഒക്കെ പറഞ്ഞുള്ള പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു വരുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരുപക്ഷെ വന്നിട്ടുണ്ടാകും. അപ്പം ഈ സംരംഭകത്വത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇൻഫാമിൻ്റെ ഒരു ലക്ഷ്യമാണ്. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. വയനാട്ടിൽ നിന്നും മലബാറിൽ നിന്നുള്ള തേങ്ങ ഞങ്ങൾ സംഭരിക്കുന്നുണ്ട്. ഒരു മാസം ഏതാണ്ട് 1,00,000 കിലോയോളം വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് ആളുകളിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇത് നമ്മൾ ആ സംരംഭകത്വത്തിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴാണ് കർഷകരെ ചെന്ന് കാണുമ്പോൾ അവർ പറയുന്ന മറ്റൊരാവശ്യം അതാണ്, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളില്ല. നമുക്കറിയാം നമ്മുടെ എല്ലാം പ്രശ്നമാണ്. അപ്പോൾ കൃഷി മാത്രം പോരാ, അതിൻ്റെ വിപണനം, അതിൻ്റെ പ്രോസസ്സിങ്ങും ഒപ്പം അതിൻ്റെ വിപണനവും നമ്മുടെ കൈകളിൽ വരണം. നമ്മൾക്കതിന് സാധിക്കണം. ചടങ്ങിൽ ഇൻഫാം മെമ്പർഷിപ്പ് കാർഡുകൾ വിതരണം ചെയ്തു. ക്രിസ് ഇൻഫാം ഡയറക്ടർ ഫാദർ തോമസ് താന്നിയത്ത് ആമുഖ പ്രഭാഷണം നടത്തി. പുളിങ്കുന്ന് ഫൊറോന വികാരി റവറൻഡ് ഡോക്ടർ ടോം പുത്തംകുളം, ഇൻഫാം ക്രിസ് ജോയിന്റ് ഡയറക്ടർ ഫാദർ സോണി പള്ളിച്ചിറ, ഇൻഫാം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ടോം ജോസഫ് അറയ്ക്കപ്പറമ്പിൽ, ക്രിസ് ജനറൽ ബോഡി അംഗം ജോർജ് മാത്യു വാച്ചാപ്പറമ്പിൽ, ഇൻഫാം ചങ്ങനാശ്ശേരി കാർഷിക ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സേവിച്ചൻ PJ എന്നിവർ സംസാരിച്ചു. സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം. വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല. പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ, വിദേശ നിർമ്മിത ടൈൽസ്, സാനിറ്ററി, ഗ്രാനൈറ്റ് ഐറ്റംസ്, പുതുമയാർന്ന ഡിസൈനുകളിൽ, അതും ഹോൾസെയിൽ വിലയിൽ. സിറ്റി ടൈൽ പാലസ്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം. ഫോൺ 9947142772.